ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. മഴ മാത്രമല്ല, കുറച്ചധികം മടിയും കൂടി ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ കറിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണെന്ന് സിമ്പിളായിട്ട് എന്താവും തട്ടിക്കൂട്ടുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുകയെന്ന് ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു ഐഡിയ ഇട്ടത്, ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അടുക്കളയിൽ പോയൊക്കെയപ്പോൾ സാധനങ്ങളും പൊടികളൊക്കെ ഉണ്ട്, എന്നാന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. അങ്ങനെ പാത്രമൊക്കെ അടുപ്പത്ത് സെറ്റായിട്ടുണ്ട്. നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് ലേശം ഉപ്പിട്ട് നന്നായി അടച്ച് വെച്ച് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉണ്ട് ഒരാൾ ഓടി വരണേ എനിക്കും ഇളക്കണം എന്ന് പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല എടുക്കണേ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ലേശം ചെറുതായി അരിഞ്ഞ് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കണം. അവിടെ വലിയൊരു തക്കാളിയും വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. നന്നായി ഇളക്കിയിട്ട് ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക്, ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ടൊരു മുട്ടയും കൂടി വെച്ച് നന്നായി ഇളക്കിയെടുക്കുക. മുട്ട നന്നായി മുരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ലേശം ചോറും കൂടി ഇട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. മുട്ട നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. റൈസും ഈ മസാലയും കൂടി നന്നായി മിക്സ് ആക്കി എടുക്കുക. ശേഷം നല്ല അടിപൊളി മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.